മിഠായികളൊക്കെ വാങ്ങിക്കാം, ബാല്യകാല മിഠായികളൊക്കെ വാങ്ങിക്കാം. ആരും കണ്ടിട്ട് കാണാത്തണക്ക് പോലെ മിഠായികളൊക്കെ വാങ്ങിച്ചു പോവാം. കുട്ടിക്കാല മിഠായികളൊക്കെ വാങ്ങിക്കാം. ബാല്യകാലം, പ്രണയകാലം, വിരഹകാലം, നിരാശകാലം എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയുടെ അഭിമാനമായ നെയ്യാർ മേളയിലാണ്. നിരവധി സമ്മാന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ മേള ഇവിടെ നടക്കുന്നത്. നമുക്ക് എന്തായാലും മേളയുടെ വിശേഷങ്ങളിലോട്ട് പോകാം. ഇതെന്താണ് സംഭവം? കണ്ടിട്ട് മനസ്സിലായില്ല. സോ ഇതെന്ന് പറഞ്ഞാൽ ഇത് റോബോട്ടിക്സ് ബന്ധമായിട്ടുള്ള ചില ബോട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഫോട്ടോ ക്യാപ്ചർ ആവുന്നുണ്ട്. സോ എൻ്റെ ഹാൻഡും ഡിറ്റക്ട് ആവുന്നുണ്ട്, എൻ്റെ ഹാൻഡും. സോ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഹാൻഡ് മൂവ്മെൻറ്റ്സ് വെച്ച് ഈ ട്രാഷ് ബിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകും. അപ്പം ജസ്റ്റ് സീ ദിസ്. അപ്പം ഹാൻഡ് ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഹാൻഡ് ഓപ്പൺ ആയാൽ അത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആകും. ഇപ്പം ഞാൻ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആ സാധനം ക്ലോസ് ആകും. നമ്മളെ SA സ്കൂൾ ഭാഗമായിട്ട് ആവിഷ്കാരം എന്ന ടീംസ് അവിടെ ഞങ്ങൾ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്, ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് സ്കൂളിൻ്റെ അകത്ത്. സോ ഞങ്ങൾ ഇതേപോലെ ട്രെയിനിങ്സ് ഒക്കെ ആ സ്കൂളിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ പിള്ളേർക്കും ഇതേപോലെ ഇത് ട്രെയിനിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, റോബോട്ടിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് അവിടെ ചേർക്കാം. ഓണം ഇങ്ങെത്തുമ്പോൾ നെയ്യാറ്റിൻകര നിവാസികളുടെ ആദ്യ ചോദ്യം എന്താണെന്ന് അറിയാമോ? ഇത്തവണ നെയ്യാർ മേള ഉണ്ടോ എന്ന്. എന്നാൽ എല്ലാ വർഷത്തെ പോലെ ഇത്തവണയും നെയ്യാർ മേളയുണ്ട്. 10ാമത്തെ വർഷമാണ് ഈ നെയ്യാർ മേള ഇവിടെ നടക്കുന്നത്. ഓഗസ്റ്റ് 29-നായിരുന്നു ഉദ്ഘാടനം. സെപ്റ്റംബർ 14 വരെ ഈ മേള ഇവിടെ നടക്കുന്നുണ്ട്. 70ഓളം സ്റ്റാളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നെയ്യാർ മേള കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യകാല റേഡിയോ ഒക്കെ നമ്മൾ ചിത്രങ്ങളിലൂടെ ആയിരിക്കും കണ്ടിട്ടുള്ളത്. ഇവിടെ വന്നാൽ അതൊക്കെ നേരിട്ട് കാണാൻ സാധിക്കും. ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോയിൻസുകൾ, ടെലഗ്രാമുകൾ അതൊക്കെ ഈ പ്രദർശന മേളയിലുണ്ട്. പുരാവസ്തുക്കളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യകാല ലോക്കുകളാണ് കേട്ടോ. നമ്മളെ വാതിലിലൊക്കെ ഉപയോഗിച്ചിരുന്ന ലോക്കുകളാണ് ഇതൊക്കെ. നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വിൻറ്റേജ് ക്ലോക്ക് വരെ അവിടെയുണ്ട്. ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. ആദ്യകാല ക്യാമറകൾ, ടെലഫോണുകൾ, നമുക്ക് എല്ലാ വസ്തുക്കളും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കേട്ടോ. വീഡിയോയ്ക്ക് ഒരു പരിധിയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് തന്നെ ഇതെല്ലാം ഒന്ന് കാണണം കേട്ടോ. ഇതിനകത്ത് സിഗരറ്റ് ഫില്ല് ചെയ്യും. അതിനുശേഷം ഓരോ സിഗരറ്റ് ആയിട്ട് വെളിയിൽ വരും. ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന സിഗരറ്റ് ലൈവായിട്ട് ഫോട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ചെറിയ ചായക്കപ്പാണ്. ഇപ്പൊ ഈ ഇരിക്കുന്നത് ഓരോ മോഡലും നമ്മൾ ഇതിൽ ഉണ്ടാക്കിയതാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പറയുന്ന എന്തും ഉണ്ടാക്കി കൊടുക്കും. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പുരാവസ്തുക്കളുടെ പ്രദർശന മേളയൊക്കെ ഉണ്ട്. ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആദ്യകാല പുരാവസ്തുക്കളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ എല്ലാ സ്റ്റോളിലും കാണുന്നത് പോലെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളൊക്കെ ഉണ്ട്. ഇത് ബെഡ്റൂം സെറ്റാണ്. അത് അലമാറി, ഡ്രസ്സിംഗ് ടേബിൾ, കട്ടിള്, മെഡിക്കേറ്റഡ് ബെഡ്, സൈഡ് ബോക്സ്. ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 1,24,000 വരും. ഇവിടെ ഓൺ ഓഫറിൽ ബുക്ക് ചെയ്യുന്നവർക്ക് 74,500 വിത്ത് കേരളത്തിലെവിടെ ഫ്രീ ഡെലിവറി കൊടുക്കും. 10 years റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള സാധനം. എല്ലാം വുഡാണോ? എല്ലാം വുഡാണ്. വുഡാണ്. കുട്ടികൾക്ക് സ്റ്റഡി ടേബിളായിട്ട് ഉപയോഗിക്കാം, ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കാം. നിലമ്പൂർ ടീക്കാണ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യില്ല കേട്ടോ. വെറും 100 രൂപയ്ക്ക് ഇത്രയും നല്ല ടോയ്സുകളൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ പുറത്ത് പോയി വാങ്ങിയാൽ എന്തായാലും ഒരു 250 ഒക്കെ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അതുപോലെ ക്ലോത്താണ്. എപ്പോഴും ഒരു കഴിക്കേണ്ട, ഒരു വീട് ഫുള്ള് കംപ്ലീറ്റ് ക്ലീൻ മാത്രം ഊരെടുത്ത് കഴിക്കാൻ വേണം. ചൂടായിട്ട് ഉപയോഗിക്കാം, മോപ്പായിട്ട് ഉപയോഗിക്കാം. ജസ്റ്റ് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കാവുന്നതാണ്. 2 പീസ് വരും, 2 ക്ലോത്ത് വരുന്നുണ്ട് ബോക്സിൽ. സോസ് പോലത്തെ കളർ ജസ്റ്റ് സ്പ്രേ ചെയ്യാം, തുടച്ചെടുക്കാവുന്നേ ഉള്ളൂ. അടുത്ത ഫ്ലോറിലേക്ക് പടരത്തില്ല. ഒരു ബോട്ടിൽ വെള്ളം മതി, വീട് ഫുള്ള് വൃത്തിയാക്കി എടുക്കാം. സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് വീട് ഫുള്ള് വൃത്തിയാക്കി എടുക്കാവുന്ന ലൈസോൾ സൊല്യൂഷൻ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് വീട് ഫുള്ള് വൃത്തിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടോ? പുളിമിഠായി ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളത്. മിഠായികളൊക്കെ വാങ്ങിക്കാം, ബാല്യകാല മിഠായികളൊക്കെ വാങ്ങിക്കാം. ആരും കണ്ടിട്ട് കാണാത്തണക്ക് പോലെ മിഠായികളൊക്കെ വാങ്ങിച്ചു പോവാം. കുട്ടിക്കാല മിഠായികളൊക്കെ വാങ്ങിക്കാം. ബാല്യകാലം, പ്രണയകാലം, വിരഹകാലം, നിരാശകാലം എല്ലാം ഉണ്ട് കേട്ടോ. ആരും കണ്ടിട്ട് കാണാത്ത പോലെ പോലെ ഓടിയും ചാടിയും പോവാം, മിഠായികളൊക്കെ വാങ്ങിപ്പോവാം. ഇതാരും തെറ്റിദ്ധരിക്കല്ലേ, ഇത് സിഗരറ്റ് ഒന്നുമല്ല, മിഠായിയാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് വീഡിയോ ഇടുമ്പോൾ ഈ കറയുള്ള ഭാഗത്ത് 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണം.
ആദ്യമേ. എന്നിട്ട് ഒരു ഇച്ചിരി പൊടി അവിടെ ഇടണം. ഇതിന് എത്ര മാക്സിമം എത്ര ഒരു ലേശം, ഇത് 35 വസ്ത്രത്തിൽ കറകളാണ്, അതനുസരിച്ച് ലേശം പൊടി ഇട്ടിട്ട് കയ്യിലെ വെള്ളം ഒഴിച്ച് ഒരു ഇച്ചിരി 7 മിനിറ്റ് വരെ വെച്ചേക്കണം, കുതുക്കണം. കയ്യിലെ വെള്ളം ഒഴിച്ച് 7 മിനിറ്റ് കുതുക്കണം. എന്നിട്ട് ബ്രഷ് വെച്ച് തിരുമ്മി കൊടുത്താൽ മതി. അപ്പോൾ ഈ കരിമനാണെങ്കിൽ ഇച്ചിരി വെള്ളത്തിൽ മുക്കി വെക്കണം. ഇത് 5 വർഷം ഉപയോഗിക്കാം. ഒരു വട്ടം 2 വട്ടം അടിച്ച് സൂക്ഷിച്ച് അവിടെ വെച്ചിരുന്നാൽ മതി. നമസ്കാരം. വീണ്ടും നെയ്യാർമേള വരികയാണ്. നെയ്യാർമേളയുടെ 10ാമത് എഡിഷനാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ സഹകരണത്തോടെ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയാണ് നെയ്യാറ്റിൻകരയിൽ ഈ നെയ്യാർമേള നടത്തുന്നത്. നെയ്യാർമേളയുടെ 10ാമത് എഡിഷനായ ഈ മേള ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 14 വരെയാണ്. നെയ്യാർമേള 10ാമത്തെ വർഷമാണ്. 3 വർഷമായുള്ളൂ ആറാലുമൂട് ഗ്രൗണ്ടിൽ തുടങ്ങിയിട്ട്. അതുവരെ നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിലായിരുന്നു. ഇത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, സർക്കാരിൻ്റെ ഭാഗം, നഗരസഭയുടെ ഭാഗവും പൊതുജനങ്ങളും സംഘടനകളും കുറിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. വിവിധ സംഘടന ഇതിനകത്ത് ചേരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചാണ് ഈ മേള മുന്നോട്ട് പോകുന്നത്. കേരള വ്യാപാരി വ്യവസായി സമിതി നെയ്യാറ്റിൻകര താലൂക്കിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേരള സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ടൂറിസം വാരാഘോഷത്തിൻ്റെ ഒരു വേദിയും കൂടിയാണ് നെയ്യാർമേള. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ താലൂക്കിലെ വിവിധ സ്കൂളുകൾ, സർക്കാർ സ്കൂളുകളും അർദ്ധ സർക്കാർ സ്കൂളുകളുടെയും കുട്ടികളുടെ പരിപാടികളാണ് ഇന്നലെ മുതൽ ആരംഭിച്ചത്. 4-ാം തീയതി മുതൽ മെഗാ ഷോ ഉൾപ്പെടെയുള്ള ഏകദേശം 9ഓളം ഗാനമേളകളും മെഗാ ഷോയും തുടങ്ങി നമ്മുടെ പ്രദേശത്തുള്ള കലാകാരന്മാരുടെ വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 മണി വരെ വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തി ഈ പ്രദേശത്താകെയുള്ള ജനങ്ങൾക്ക് ഓണം ഭംഗിയായി ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. സംഘടനയ്ക്ക് ഉപരിയായി ഇന്നാട്ടിലെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയിട്ടുള്ള വിവിധ ഒരു കൂട്ടായ്മയാണ് ഈ മേള നടത്തുന്നത്. ഈ മേളയുടെ ഭാഗമായി തന്നെ ഏകദേശം 70ഓളം സ്റ്റാള് വിജ്ഞാനപ്രദമായിട്ടുള്ള വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള വിവിധ തരത്തിലുള്ള 70 സ്റ്റാളുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഗേറ്റ് പാസ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം സുലഭമായി കാണാനുള്ള അവസരവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് മേളയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. നിരവധി സമ്മാന പദ്ധതികൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ നെയ്യാർമേള നടത്തുന്നത്. അതുമാത്രമല്ല, നെയ്യാർമേളയുടെ ഭാഗമായി ട്രോൾ നെയ്യാറ്റിൻകരയും നെയ്യാർമേള സംഘാടക സമിതിയും ചേർന്ന് ഒരു റീൽസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. മികച്ച രീതിയിൽ റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നവർക്കും സെൽഫി ഫോട്ടോ കോൺടെസ്റ്റും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നവർക്കും സമ്മാനം നൽകുന്നതാണ്. കൂടാതെ ട്രോൾ നെയ്യാറ്റിൻകര പേജ് ഫോളോ ചെയ്തിരിക്കുകയും വേണം.